സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോഴുള്ളത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ താല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഇവിടെ അതിപുരാതനമായിട്ടുള്ള 2 ക്ഷേത്രങ്ങളുണ്ട് എന്ന് കേട്ടറിഞ്ഞ് അത് കാണാനായിട്ട് എത്തിയതാണ്. ഇവിടെ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് 5-6 നൂറ്റാണ്ടുകളിലായിട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. SSC പഠിക്കുവാണ്. ഇവിടുത്തെ സ്റ്റേറ്റ് സർവീസിലോട്ട് ജോലിക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. MBA ചെയ്യുന്നുണ്ട്. ഈ ചേട്ടനാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭോജ്പുരി മോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വരെ വന്ന് ഓട്ടോറിക്ഷയിൽ ഇറങ്ങി. അവിടുന്ന് ഇങ്ങോട്ട് വണ്ടിയൊന്നും ഇല്ല. അങ്ങനെ വിഷമിച്ച് എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചിട്ട് 5 കിലോമീറ്റർ ദൂരമുണ്ട്. നടന്ന വഴിക്കാണ് ഈ SSCയെ കണ്ടതും എനിക്ക് ലിഫ്റ്റ് കിട്ടിയത്. देवरानी जेठानी टेम्पल जो है अराउंड 4th से 5th सेंचुरी के आसपास बनाया है. 5th या 6th सेंचुरी. 5th सेंचुरी AD या BC? AD. अच्छा. 6th सेंचुरी AD के आसपास बना हुआ है. इसको देवरानी जेठानी टेम्पल इसलिए कहा जाता है बिकॉज 2 राजा की इंग्लिश में बोलिए. This temple is called Devrani Jethani temple because 2 queen of the ruler of that particular period of time they constructed this temple. And this was constructed around 5th or 6th century AD. And it is mainly made up of sandstone. So that is the speciality of this temple. Apart from this, the most attractive point of this temple is the Rudra Shiva statue. It has around numerous animals inscribed in that particular statue. So that's make one of the unique statue of this period. ഇവിടെ 2 ക്ഷേത്രങ്ങളുള്ളതിൽ ആദ്യത്തെ ക്ഷേത്രമായിട്ടുള്ള ജഠാനി എന്ന് പറയുന്ന ക്ഷേത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ഏതാണ്ട് പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ്. ഇതിനകത്തോട്ട് കയറിയിട്ട് ഇതിൽ ഈ കല്ലുകളിലും മറ്റുള്ള കൊത്തുപണികളൊക്കെ കാണുമ്പോഴേ നമുക്കിതൊരു ക്ഷേത്രമാണെന്ന് തോന്നുള്ളൂ. 2 വലിയ ആനകൾ വലിക്കുന്ന രഥത്തിന്റെ മാതൃകയിലായിരുന്നു ഈ ക്ഷേത്രം നിലനിന്നിരുന്നത്. പ്രധാനമായും റെഡ് സാൻഡ്സ്റ്റോണും അതുപോലെ തന്നെ ചുടുകട്ടയും ഉപയോഗിച്ചാണ് ഈ 2 ക്ഷേത്രങ്ങളുടെയും നിർമ്മിതി നടന്നിട്ടുള്ളതെന്നുള്ളത് ഇതിൻ്റെ ഈ അവശിഷ്ടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ വർഷം ഞാൻ ബീഹാറിൽ വൈശാലിയിലും മധ്യപ്രദേശിലെ സാഞ്ചിയിലും പോയ സമയത്ത് അവിടുത്തെ സാഞ്ചി സ്തൂപവും അതുപോലെ തന്നെ വൈശാലിയിലെ അശോക പില്ലറും ബുദ്ധ സ്മാരകങ്ങളും ഒക്കെ പണി കഴിപ്പിച്ചിരുന്നതും ഇതുപോലെ റെഡ് സാൻഡ്സ്റ്റോണും അതുപോലെ തന്നെ ചുടുകട്ടയും ഉപയോഗിച്ച് ആയിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ദേവറാണി ജേഠാനി എന്ന് പറയുന്ന ഈ 2 ക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ റൂയിൻസിൻ്റെ അകത്തുനിന്ന് ഈ അവശിഷ്ടങ്ങൾക്കകത്തുനിന്ന് കിട്ടിയിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷവും ശിവൻ്റെയും അർദ്ധനാരീശ്വരൻ്റെയും ഉമാമഹേശ്വരൻ്റെയും അതുപോലെ തന്നെ കാർത്തികേയൻ്റെയും ഒക്കെയുള്ള മൂർത്തികളും ശില്പങ്ങളും ഒക്കെയാണ്. ഈ ശില്പങ്ങളും മൂർത്തികളും ഒക്കെ ബിലാസ്പൂരിലെ മ്യൂസിയത്തിലും അതുപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ ചെറിയൊരു മ്യൂസിയം പോലെയുണ്ട്, അതിൻ്റെ അകത്തുമൊക്കെ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ഇതിൻ്റെ കോമ്പൗണ്ടാണ് ഈ കാണുന്നത്. ആ ഗേറ്റിൻ്റെ അകത്ത് ഇവിടെ ഒന്നും കാണാനൊന്നും അധികം ആളില്ല. ഇതൊക്കെ ശരിക്കും ഛത്തീസ്ഗഡിൽ ആരും അറിയാതെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതുവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത, ആരും കാണാത്ത കിടക്കുന്ന സ്ഥലങ്ങളാണിത് മൊത്തം. ഞാൻ വളരെ യാദൃശ്ചികമായിട്ടാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. ഞാൻ ഈ അമ്പലത്തിൻ്റെ ഈ റൂയിൻസിൻ്റെ മുകളിലാണ് ഇപ്പോൾ കയറി നിൽക്കുന്നത്. ഒന്നുമില്ല, മുഴുവൻ കല്ലും പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങളുമാണ്. വലിയൊരു തറ മാത്രം വലിയ കുഴപ്പമില്ലാറുണ്ട്. ഈ കല്ലൊക്കെ എന്നാ ഭയങ്കര കല്ലാണെന്നുള്ളത് കണ്ടാൽ അറിയാം. വലിയ അടിപൊളി അമ്പലമായിരുന്നുള്ള ഒരു സംശയമൊന്നുമില്ല. പക്ഷേ ഇനി തോടുഭാഗമേ ഉള്ളൂ, മുകളിലോട്ടെല്ലാം ഫുള്ളും പോയി. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പണി കഴിപ്പിച്ചിരുന്ന ഈ ക്ഷേത്രം പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു പ്രത്യേകതരം പ്ലാനിൽ പണിത ഒരു ക്ഷേത്രമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിൻ്റെ ഗോപുരത്തിൻ്റെയും മറ്റും വെയിറ്റ് താങ്ങാൻ കഴിയാതെ ഈ ക്ഷേത്രം സ്വയം തകർന്നു വീഴുകയായിരുന്നു എന്നാണ് ആർക്കിയോളജിക്കൽ സർവേയുടെയും മറ്റും കണ്ടെത്തൽ. എന്തായാലും വളരെ നല്ല രീതിയിൽ ആർക്കിയോളജിക്കൽ സർവേ വലിയ ഷെഡൊക്കെ കിട്ടി ഇത് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാനും മറ്റുമൊക്കെ ഇവിടെ ആരുമില്ല. ഇവിടെ എഴുതി വച്ചിരിക്കുന്നതാണ് ഫുള്ള് ഹിന്ദിയിലുമാണ്. ഇന്നത്തെ ഛത്തീസ്ഗഡ് ഉൾപ്പെടുന്ന ദക്ഷിണ കോശലം ഭരിച്ചിരുന്ന ശരഭപുരിയ രാജവംശത്തിലെ പ്രസന്നമാത്രൻ എന്ന് പറയുന്ന രാജാവ് 6ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഈ 2 ക്ഷേത്രങ്ങളും.
ഈ രാജാവ് അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളുടെ ഭാര്യമാർക്ക് വേണ്ടി പണിതതാണ് ഈ 2 ക്ഷേത്രങ്ങളും. അതുകൊണ്ടാണ് ഇതിന് ദേവറാണി ജഠാനി എന്നുള്ള പേര് വന്നിരിക്കുന്നത്. ഉത്തര ഭാരതത്തിൽ ദേവറാണി എന്ന് പറഞ്ഞാൽ അനിയൻ്റെ ഭാര്യ എന്നും ജഠാനി എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്നുമാണ് അർത്ഥം. ഇതുപോലെ തന്നെയായിരുന്നു നമ്മൾ ഗ്വാളിയറിൽ ചെന്ന സമയത്ത് അവിടെ സാസ് ബഹു അഥവാ അമ്മായിയമ്മ മരുമകൾ എന്ന പേരിലൊരു ക്ഷേത്രവും കണ്ടിരുന്നു. ആദ്യത്തെ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ കാഴ്ചകൾ കണ്ടു. നമ്മളിനിയിപ്പം 2ാമത്തെ ക്ഷേത്രമായിട്ടുള്ള ദേവറാണി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് ദേവറാണി ക്ഷേത്രം. ഈ ഗേറ്റിനുള്ളിൽ കാണുന്ന ശിവഭഗവാന്റെ പ്രതിമ വളരെ യുണീക്കായിട്ടുള്ള ഒന്നാണ്. അതിനെക്കുറിച്ച് ഞാൻ വഴിയെ പറയാം. 1988 ആർക്കിയോളജിക്കൽ സർവേ 8 അടി പൊക്കവും 5100 കിലോ ഭാരവുമുള്ള ഈ കൂറ്റൻ പ്രതിമ ഉത്ഖനനത്തിലൂടെ ഇവിടെ നിന്നും കണ്ടെത്തിയത്. കാര്യം പറഞ്ഞാൽ ഈ ക്ഷേത്രം കണ്ടെടുക്കപ്പെട്ടത് 1800കളുടെ അവസാനത്തിലായിരുന്നു. എങ്കിലും ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ നേതൃത്വത്തിൽ ഉത്ഖനനം ചെയ്തെടുത്തത് 1970കളിലാണ്. അത് കഴിഞ്ഞിട്ടും പിന്നെ ഒത്തിരി താമസിച്ചാണ് ഈ മൂർത്തി ഇവിടെ നിന്നും കണ്ടെടുക്കപ്പെട്ടത്. ഈ മൂർത്തിയുടെ അല്ലെങ്കിൽ ഈ ശില്പത്തിൻ്റെ ഇത് ഒരുപക്ഷെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായിരുന്നിരിക്കാം, അറിയാൻ മേല. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇവിടെ നിന്ന് ഫലകങ്ങളും മറ്റുമൊന്നും കുഴിച്ചെടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് അറിയാൻ മേല. ഈ മൂർത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂർത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള മൃഗങ്ങളുടെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെയും ഒക്കെ രൂപങ്ങളാണ് കൊത്തിവെച്ചിട്ടുള്ളത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ശില്പത്തിൻ്റെ ഈ രുദ്രശിവന്റെ മൂക്കിൻ്റെ ഭാഗം ഒരു പല്ലിയാണ്. ആ പല്ലിയുടെ 2 കാലുകളാണ് അതിൻ്റെ ഉരികവും കൺപീലികളും. കണ്ണെന്ന് പറയുന്നത് 2 തവളയാണ്. മീശ 2 മീനുകളുടെ രൂപത്തിലും ചെവി 2 മയിലുകളുമാണ്. പിന്നെ കവിളും താടി എന്ന് പറയുന്നത് ഞണ്ടിന്റെ രൂപത്തിലാണ്. നെഞ്ചിന്റെ ഭാഗത്തും വയറിന്റെ ഭാഗത്തും അതുപോലെ തന്നെ തൊടകളിലും മനുഷ്യ ശിരസ്സുകളാണ് കാണുന്നത്. അത് നെഞ്ചിലും വയറിലും ഉള്ളത് ആണുങ്ങളുടെയും തൊടയിലുള്ളത് സ്ത്രീകളുടെയും ശിരസ്സുകളാണ്. അവസാനമായിട്ട് കാൽമുട്ടിന്റെ ഭാഗത്ത് കാണുന്നത് 2 സിംഹത്തലകളാണ്. ഈ ശരഭപുരിയ രാജവംശത്തിലെ രാജാക്കന്മാര് താന്ത്രിക മതം പിന്തുടരുന്നവരായിരുന്നു എന്നും ഒരു വേർഷനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ശില്പത്തിൽ ഇത്തരത്തിലുള്ള രൂപങ്ങളും മറ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പണിതിരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ഈ ആർക്കിയോളജിസ്റ്റിൻ്റെയും ഹിസ്റ്റോറിയൻസിൻ്റെയും അഭിപ്രായം. എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള ഒരു ശില്പം അത് യുണീക്ക് ആണെന്നുള്ളതിൽ സംശയമില്ല. ഇങ്ങനൊരു ശില്പം ഈ ദേവറാണി ക്ഷേത്രത്തിലല്ലാതെ ലോകത്ത് മറ്റൊരിടത്തും ഉള്ളതായിട്ട് യാതൊരു അറിവുമില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ സവിശേഷതയും ഈ ഒരു ശില്പം അല്ലെങ്കിൽ രുദ്രശിവന്റെ രൂപം തന്നെയാണ്. ഈ ദേവറാണി ക്ഷേത്രം നമ്മൾ മുമ്പേ കണ്ട തൊട്ടപ്പുറത്തുള്ള ആ ജഠാനി ക്ഷേത്രത്തിൻ്റെ അത്രയും അങ്ങോട്ട് തകർന്നു പോയിട്ടില്ല. ഇതിൻ്റെ തറയും മുകളിലോട്ടുള്ള കുറേ ഭാഗങ്ങളും ഒക്കെ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇത് ഏതാണ്ട് പൂർണ്ണമായിട്ടും തന്നെ റെഡ് സാൻഡ്സ്റ്റോണിലാണ് പണിതിരിക്കുന്നത്. മറ്റേ ക്ഷേത്രത്തിന് കുറേ ഭാഗം തറയൊക്കെ ഇഷ്ടിക കൊണ്ടായിരുന്നു പണിതിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പക്ഷേ ഈ ദേവറാണി ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ടുള്ള അതിൻ്റെ ആ ഗോപുരം മേൽക്കൂര വരുന്ന ആ ഭാഗം പൂർണ്ണമായിട്ടും ഇല്ലാത്ത നിലയിലാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് അത്യാവശ്യം കാണാവുന്ന രീതിയിൽ ഉണ്ട്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും കൂടെ ഒരു പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ശില്പങ്ങളും രൂപങ്ങളും ഒക്കെ കണ്ടുകൊണ്ട്. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ആർക്കിയോളജിക്കൽ സർവേ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വലിയൊരു ഷെഡൊക്കെ പണിത് ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും അതിൻ്റെ ഉള്ളിൽ വരുന്ന രീതിയിൽ. വലിയതായിട്ട് കാണാൻ പാകത്തിനൊന്നും ഇല്ലാത്തതുകൊണ്ടും ഈ ക്ഷേത്രം ഏതാണ്ട് ഭൂരിഭാഗവും താഴ്ന്ന നിലയിലായതുകൊണ്ടാണോ എന്നറിയില്ല. എന്നാലും ഇത് അധികം അറിയപ്പെടാത്ത ഒരു ക്ഷേത്രമാണ്. ഇങ്ങോട്ട് അധികം ആൾക്കാർ സന്ദർശകരും ഒന്നും അങ്ങനെ വരാറില്ല. ഇതുപോലെയുള്ള
കാര്യങ്ങളോട് താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വരാറുള്ളായിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഇവിടെ അധികം സന്ദർശകരില്ലാത്തത്. ഇങ്ങോട്ട് എത്തിപ്പെടുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബിലാസ്പൂരിൽ നിന്ന് 10-35 കിലോമീറ്ററെങ്കിലും ദൂരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ റായ്പൂരിൽ നിന്നാണ് വന്നത്. ബിലാസ്പൂർ എത്തുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റോപ്പ്, ആ സ്റ്റോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ബസ്സൊന്നുമില്ല. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഷെയർ ഓട്ടോയിൽ 10-15 കിലോമീറ്റർ ദൂരം വന്ന് അവിടുന്ന് പിന്നെ ഇങ്ങനെ അകത്തോട്ട് വണ്ടിയൊന്നും കിട്ടാതെ നടക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിൽ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മുമ്പേ നമ്മൾ കണ്ട SSCയുടെ വണ്ടിയിൽ ഒരു ലിഫ്റ്റ് കിട്ടി ഇവിടെ വന്ന് ഇറങ്ങാൻ സാധിച്ചത്. അപ്പം ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ആരൊക്കെ ഇങ്ങോട്ട് എത്തും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതുകൊണ്ടായിരിക്കാം ഇവിടെ അധികം ആൾക്കാരൊന്നും വരാത്തതെന്ന് തോന്നുന്നു. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറത്ത് മഡ്കു ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടുകൂടെ കാണാൻ പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഈ 2 സ്ഥലവുമാണ് ഇന്നത്തെ എൻ്റെ ഡെസ്റ്റിനേഷൻസ്. ഈ ദേവറാണി ജഠാനി 2 ക്ഷേത്രങ്ങളുടെയും ദർശനം തെക്കോട്ടായിട്ടാണ്. ഈ ദേവറാണി ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. വലിയ കവാടമാണ്, വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികളൊക്കെ ചെയ്ത കവാടമാണ്. ഇനി ഇവിടെ ഒരു ചെറിയ മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞതിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു പാട്ട ഷെഡിൻ്റെ അകത്താണ് ഇത്രയും പുരാതനമായിട്ടുള്ള മൂർത്തികളൊക്കെ വെച്ചിരിക്കുന്നത്. ഇതിവിടെ പൂട്ടിയിട്ടേക്കുവാണ്. ഇതിൻ്റെ ഗ്രില്ലിനിടയിൽ കൂടെ ഞാൻ ഫോണ് കടത്തി ആണിപ്പോൾ ഇതിനകം കാണുന്നത്. ഇതിനകത്തെ മൂർത്തികളും ശില്പങ്ങളും ഒക്കെ നമുക്ക് കാണാം. അപ്പുറത്തോട്ട് കുറച്ചും കൂടി ഉണ്ട്, പക്ഷേ അങ്ങോട്ടുള്ള ഭാഗം നമുക്ക് കാണാൻ നിവർത്തിയില്ല. അകത്ത് കയറിയെങ്കിലേ പറ്റുള്ളൂ. ഒരു എൽ ഷേപ്പിലാണ് ഇത് പണിതിരിക്കുന്നത്. റെഡ് സാൻഡ് സ്റ്റോണിലാണ് ഇതിൻ്റെ അകത്തുള്ള ശില്പങ്ങളെല്ലാം. ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങളാണ് ഇതെല്ലാം. ഇത് കണ്ട് ഇറങ്ങുന്നതോടുകൂടി നമ്മുടെ ഈ ദേവറാണി ജഠാനി ക്ഷേത്രത്തിലെ കാഴ്ചകൾ പൂർണ്ണമാകുവാണ്. ഇതാണ് ഇവിടെ ഉള്ള നദിയാണ്, ലീലാഗർ നദിയാണോ? ലീലാഗർ നദി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ശിവനാഥ നദിയായിട്ട് മഡ്കു ദ്വീപിൽ ചെന്ന് ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്യാവശ്യം വലിയ നദിയാണ്. ആൾക്കാർ ബൈക്കൊക്കെ എടുത്ത് അതിൻ്റെ അവിടെ ചെറിയൊരു ബണ്ട് പോലെ കെട്ടിയിട്ടുണ്ട്. അതേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കുന്നുണ്ട്. ഈ നദിയുടെ തീരത്താണ് ഈ ദേവറാണി ജഠാനി ക്ഷേത്രം ഉള്ളത്. മണിയാരി എന്നും ഈ നദിക്കൊരു പേരുണ്ട്. ഈ നദിയുടെ അക്കരെയാണ് മഡ്കു ഐലൻഡ്. ഇവിടെ നടന്നു പോകാൻ ഒരു 5 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ ശരി, മഡ്കു ഐലൻഡിലെ കാഴ്ചകളുമായി അടുത്ത ഭാഗത്തിൽ കാണാം. എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.